ഹലോ ഗെയ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഞാനിപ്പം കൊല്ലം ജില്ലയാണുള്ളത്. കൊല്ലം ജില്ലയിലെ കൊല്ലം ബീച്ചിലേക്കാണ് പോകുന്നത്. ഇന്ന് കൊല്ലം ബീച്ചിനെ പറ്റിയിട്ടുള്ള ഒരു വ്ളോഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. കൊല്ലത്ത് ചിന്നക്കടയിൽ വന്നു കഴിഞ്ഞാൽ 2.5 കിലോമീറ്ററാണ് ബീച്ചിലേക്ക് എത്താനുള്ള ദൂരം. ഇപ്പം രാവിലെ 6 മണിയായിട്ടുണ്ട്. ഇന്ന് രാത്രി 10:30-11 മണി വരെ ഈ ബീച്ചിൽ കാണും ഞാൻ. അപ്പം ഇന്നത്തെ ഈ ഒരു ദിവസത്തെ ഫുള്ള് കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഇപ്പോഴേ രാവിലെ ഈ ഒരു സമയമായതുകൊണ്ടാണ് ഈ റോഡിൽ അധികം ആളും തിരക്കൊന്നും ഇല്ലാത്തത്. വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല തിരക്കാണ്. അത്യാവശ്യം നല്ലതുപോലെ സന്ദർശകരൊക്കെ വരാറുള്ള ഒരു ബീച്ചാണ് ഈ കൊല്ലം ബീച്ച്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ നല്ല സൗകര്യമാണ്. ഈ ബീച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തുനിന്ന് അവസാനിക്കുന്ന ഭാഗം വരെ നല്ല സ്ഥലമുണ്ട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ. അതുകൊണ്ട് എത്ര തിരക്കായാലും വാഹനം പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. ബീച്ചിൽ ഈ സമയത്ത് വരുന്ന ആൾക്കാരിൽ കൂടുതൽ പേരും നടക്കാനായിട്ടും എക്സസൈസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നവരാണ്. വൈകിട്ടത്തെ പോലെയല്ല ഈ സമയത്ത് ബീച്ചിൽ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു അന്തരീക്ഷമായിരിക്കും. അധികം ആളോ തിരക്കുകളോ ഒന്നുമില്ല. വൈകുന്നേര സമയമാകുമ്പോഴത്തേക്കും ഈ കാണുന്ന കടകളൊക്കെ തുറന്നു തുടങ്ങും. നല്ല ഫ്രഷായിട്ട് ചൂടായിട്ടുള്ള പൊരിച്ച കുറേ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഷോപ്പ് തുറക്കുന്ന സമയത്ത് എന്തൊക്കെ ഫുഡാണുള്ളതെന്നുള്ളതും കാണിച്ചു തരാം. വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ ഈ ബീച്ചിൽ നിൽക്കുന്ന സമയത്ത് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ തങ്കശ്ശേരി ലൈറ്റ് ഹൗസിലേക്ക് പോകാനായിട്ട്. തങ്കശ്ശേരി ലൈറ്റ് ഹൗസും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു വീഡിയോ എന്തായാലും ഈ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ എൻ്റെ ഫോണിലെ ക്യാമറ വെച്ചിട്ട് സൂം ചെയ്തെടുത്തൊരു വീഡിയോ ആണ് ലൈറ്റ് ഹൗസ്. പക്ഷേ ഇത് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. ഇത് ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. ഹോട്ടൽ ബീച്ച് ഓർക്കിഡ് എന്ന് പറയും. ഈ ബീച്ചിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് ഈ ഹോട്ടൽ നിൽക്കുന്നത്. ഞാനിവിടെ ഈ ബീച്ചിൽ വന്ന സമയം തൊട്ട് കാണുന്നൊരു സംഭവമാണിത്. കുറച്ച് ആൾക്കാരിങ്ങനെ തിര വരുന്നിടത്തായിട്ട് കുഴി എടുത്തിരുന്നു, ഒരു തടം പോലെ ഇങ്ങനെ എടുത്തിരുന്നുണ്ട്. അപ്പം അതിലേക്ക് തിര അടിക്കുന്നുണ്ട്. അവരെന്തിനോ അതിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതെന്താണ് സംഭവം എന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ആ ഓടിപ്പോകുന്ന ആ ഒരു ജീവിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ തടവെടുത്തിരുന്നത്. ഇതെന്താണ് സംഭവം നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇതിന്റെ പേരെന്തോ? രണ്ടും കുരിക്ക തന്നെ. രണ്ട് സൈസ് ഉണ്ട്. ഇത് ഒരുതരം ഞണ്ടാണ് സംഭവം. 2 ടൈപ്പിൽ വരുന്നുണ്ട്, തോടുള്ളതും തോടില്ലാത്തതും. ഇവർക്ക് ആവശ്യം തോടില്ലാത്തതിനെയാണ്. ഇതിനിവർ പിടിക്കുന്നത് ചൂണ്ടയിടാൻ വേണ്ടിയിട്ടാണ്. ചൂണ്ടയിൽ കൊരുത്തിട്ട് ഫിഷിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവത്തിന് കടലിൽ പിടിക്കുന്നത്. ഈ ഞണ്ടിന് കൂരിക്ക എന്നാണ് പറയുന്നത്. കൂരിക്ക അങ്ങനെയാണ് ഇതിന് പറയുന്നത്. ഇത് കാണാൻ നല്ല രസമാണ്. ഇത് ഓടിപ്പോകുന്നതാണ് നല്ല രസമാണ് സംഭവം. ഈ തിരക്കകത്ത് കയറി ഇവിടെ തങ്ങിയിരിക്കല്ലേ? ഇത് വേണ്ടോ? ഇവിടെ ബീച്ചിൽ നിൽക്കുമ്പോൾ കുറേ വള്ളങ്ങൾ കടലിൽ മീൻ പിടിക്കുന്നത് കാണാം. ഈ വള്ളങ്ങൾ എൻജിൻ വെച്ചിട്ടുള്ള വള്ളങ്ങളാണ്. ഇതധികം ദൂരത്തേക്കൊന്നും പോയി മീൻ പിടിക്കാറില്ല. ദൂരത്തേക്ക് പോകുന്നത് വലിയ വലിയ ബോട്ടുകളൊക്കെയാണ്. ഈ വള്ളങ്ങളെ അടുത്തായിട്ട് കാണുമെന്നുണ്ടെങ്കിൽ ഈ ബീച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത്, ഈ ബീച്ചിൻ്റെ ഏരിയ തുടങ്ങുന്ന ആ ഭാഗത്തല്ലെങ്കിൽ വള്ളങ്ങളൊക്കെ അടുത്തായിട്ട് കാണാം.
ആ കാണുന്ന വള്ളം ഇപ്പം കടലിലേക്ക് പോകാൻ പോകുന്നൊരു വള്ളമാണ്. അതിൻ്റെ എഞ്ചിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുറേ പേര് നേരത്തെ ചൂണ്ടയിടുന്നത് കണ്ടായിരുന്നു. അവിടെ അവർക്ക് മീൻ കിട്ടിയോ എന്താണെന്നുള്ളത് പോയി നോക്കാം. ഇവിടെ ഈ സമയത്ത് അധികം ഫിഷിനൊന്നും കിട്ടുന്നതായിട്ട് കണ്ടില്ല. വൈകുന്നേരം ആകുമ്പം കുറേ ആൾക്കാർ ചൂണ്ടയിടാൻ വരാറുണ്ട്. അപ്പം കുറേ മീനെ കിട്ടും. അന്നേരം അത് കാണിക്കാം. ഇവിടെ കൊല്ലം ബീച്ചിൽ വരുമ്പോൾ ഇതണക്കുള്ള കുറേ ബോർഡുകളൊക്കെ കാണാം. ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷത്തിനകം വെച്ചിട്ട് 69 പേരാണ് ഇവിടെ ബീച്ചിൽ മരിച്ചത്. ഇവിടുത്തെ ഈ ബീച്ച് സാധാരണ ബീച്ചുകളെ പോലെയല്ല, കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഇവിടെ ഈ ബീച്ചിലെ കടൽ തുടങ്ങുന്ന ആ ഭാഗം മുതൽ നല്ല ആഴത്തിലാണുള്ളത്. മറ്റുള്ള ബീച്ചുകളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കുറച്ച് ദൂരമൊക്കെ നടന്നു ചെല്ലാൻ പറ്റും. പിന്നെ ആയിരിക്കും ആഴമുള്ള ഭാഗം വരുന്നത്. പിന്നെ ഒരു പ്രത്യേകതയുള്ളത് പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള വലിയ തിരമാലകളാണ്. ശാന്തമായി കിടക്കുന്ന കടലായിരിക്കും, പക്ഷേ നമ്മൾ അടുത്ത് ചെന്ന് കുറച്ച് കഴിയുമ്പോഴായിരിക്കും വലിയ തിരമാല വരുന്നത്. അന്നേരം തിരമാലയിൽ പെട്ടിട്ട് ആഴമുള്ള ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നില കിട്ടില്ല. എത്ര നീന്താൻ അറിയാവുന്ന ആളാന്ന് പറഞ്ഞാലും നീന്തി കയറാൻ നല്ല പാടാണ്. സ്വിമ്മിംഗ് പൂളിലും കായലിലുമൊക്കെ നീന്തൽ നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് കടലിലിറങ്ങിയാലും കുഴപ്പമില്ല, നീന്തി വരാം എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് ഇറങ്ങാൻ നിൽക്കരുത്. നല്ല പണി കിട്ടും. കാരണം 69 പേരാണ് കഴിഞ്ഞ 5 വർഷത്തിനകം വെച്ചിട്ട് ഇവിടെ മരിച്ചിട്ടുള്ളത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക. ഇവിടെ ബീച്ചിൽ കുറച്ച് ലൈഫ് ഗാർഡ്സ് ഒക്കെ ഉണ്ട്. അവർ ഇവിടെ വരുന്ന ആൾക്കാരോടൊക്കെ പറയാറുണ്ട് കടലിലിറങ്ങരുത്, ഡേഞ്ചറസ് ആയിട്ടുള്ള കടലാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ചില ആൾക്കാരൊക്കെ തിരിച്ച് ദേഷിച്ച് സംസാരിക്കുന്നതാണ്. നീന്തൽ അറിയാം എന്നുള്ളതിൻ്റെ ഓവർ കോൺഫിഡൻസിലാണ് ഇവർ സംസാരിക്കുന്നത്. സംഭവം ഈ കടൽ അത്രയ്ക്കും ഡേഞ്ചറസ് ആയതുകൊണ്ടാണ് ഈ ലൈഫ് ഗാർഡ്സ് ഇവിടെ വരുന്നതോട് പറയുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, 69 പേരാണ് കഴിഞ്ഞ 5 കൊല്ലത്തിനകം വെച്ച് ഇവിടെ മരിച്ചത്. അപ്പം കൂടുതൽ റിസ്ക് എടുക്കാൻ പോകരുത്, വെറുതെ ജീവിതം കൊണ്ടൊന്ന് കടലിൽ കളയരുത്. അപ്പോൾ ഗൈസ്, എന്തായാലും ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. എനിക്ക് നല്ല വിശപ്പുണ്ട്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഇവിടെ അടുത്ത് തന്നെ നല്ല ഹോട്ടലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഫുഡ് കഴിച്ചതിന് ശേഷം വൈകുന്നേരമുള്ള കാഴ്ചകളായിരിക്കും ഇനി കാണാൻ പോകുന്നത്. ശക്തമായിക്കൊണ്ടിരിക്കുന്നതിനാൽ സന്ദർശകർ ബാക്കിലോട്ട് മാറിയിരിക്കേണ്ടതാണ്. സന്ദർശകരുടെ സീറ്റേക്ക് വേലിയേറ്റം ശക്തമായിക്കൊണ്ടിരിക്കുന്നതിനാൽ സന്ദർശകർ പുറകോട്ട് മാറിയിരിക്കേണ്ടതാണ്. പുറകുമാർ വ്യക്തമായ അകലം പാലിച്ച് ബാക്കിലോട്ട് മാറിയിരിക്കേണ്ടതാണ്. സന്ദർശകർ പുറകോട്ട് മാറിയിരിക്കേണ്ടതാണ്. ഇവിടെ കടലിൽ വേലിയേറ്റം ഉണ്ടാവാറുണ്ട്. അപ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്തേക്കായിരിക്കും വലിയ തിരമാലകളൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ഇവിടുന്ന് അവർ ലൈഫ് ഗാർഡ്സൊക്കെ മൈക്കിൽ അനൗൺസ് ചെയ്യും, അവിടെ ആരും പോകരുത്, കടലിലേക്ക് ഇറങ്ങരുതെന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് അപകടകരമായ രീതിയിലാണ് ഈ ഒരു ബീച്ചുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. എത്ര ടൈം? ഇവിടെ ഈ ബീച്ചിനടുത്തുള്ളവർ തന്നെ കുറച്ച് പേര് ഇവിടെ നിന്നിട്ട് ചൂണ്ടയിടുന്നുണ്ട്. ഈ ചൂണ്ടയിടുന്നതും മീനെ പിടിക്കുന്നതൊക്കെ നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അവിടെ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം, മീനെ കിട്ടുന്നുണ്ടോ എന്താണെന്നൊക്കെ നോക്കിയിട്ട് വരാം. കിട്ടി ഗൈസ്, കിട്ടി. ഇതേതാ മീനേതാ ചേട്ടാ? കളിമീൻ. ഏതാ? കളിമീൻ. കളിമീൻ. കളിമീൻ.
വലുത് കിട്ടത്തില്ല. ഈ മീനിന്റെ പേരണോ? ഇതാണോ മറ്റേ നെയ്മീൻ? ചവിട്ടില്ല ചവിട്ടില്ല ചവിട്ടില്ല. പൊടി പൊടി. ഇത് കൂരിയല്ലേ? തേട് തേട് തേട്. ഗൈസ്, ഇവിടെ ഒരു 10:30-11 മണി വരെയൊക്കെ ആളുകളൊക്കെ കാണും. 10:30 ആകുമ്പോഴേക്കും എല്ലാവരും വീട്ടിലേക്ക് പോയി തുടങ്ങും. 11 മണിയൊക്കെ ആകുമ്പം ഷോപ്പൊക്കെ അടയ്ക്കും. ഞാനിവിടെ വെച്ചിട്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ട്, അപ്പോൾ അവരും കാണും ഇനി നമ്മുടെ കൂടെ. ഇവിടെ ഈ ബീച്ചിൻ്റെ സൈഡിലോട്ട് ഇതേപോലുള്ള കുറേ ഷോപ്പുകളുണ്ട്. ഈ ഷോപ്പിലൊക്കെ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഇതിപ്പം ഫ്രഷായിട്ട് നമ്മുടെ മുമ്പ് വെച്ചിട്ട് പൊരിച്ചെടുത്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ഇത് ഭയങ്കര ടേസ്റ്റാണ്, ചൂടായിട്ട് കഴിക്കാൻ പറ്റും. ഇതിനെത്ര അമ്മച്ചി? ഇത് കഴിക്കുന്ന എങ്ങനെ കാണിച്ചു തരാം ഗൈസ്. നമ്മളെവിടെ പോയാലും അവിടുത്തെ ഫുഡ് കഴിക്കണമെന്നാണ് ഗൈസ്. അങ്ങനെ മേലെ ചൂടുള്ള കേട്ടോ. ഇതിനെന്ത് വിലയാ അമ്മച്ചി? അല്ല, ഇത് മൊത്തം ഇങ്ങനെ എടുക്കുന്ന എത്ര രൂപ? ഒരേ സമയം എനിക്ക് കഴിച്ചോളാം. ഇതിന് ഫോട്ടോ എടുക്കണോ? കടത്തിക്കൊണ്ട് കിടക്കാം.
കൊല്ലം ബീച്ചിൽ വരുമ്പോൾ ഇവിടെ ഒരു അമ്മയുണ്ട്. ഈ അമ്മയുടെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കണം. ഭയങ്കര കമ്പനിയാണ്. എൻ്റെ കൂടെ വന്ന ഫ്രണ്ട്സിന് ഇത് കുക്ക് ചെയ്യാൻ പഠിക്കണമെന്ന് പറയുമ്പം അമ്മ അതെങ്ങനെയാണെന്നുള്ളത് പഠിപ്പിച്ചു കൊടുത്ത് പിന്നെ അവരത് സ്വന്തമായിട്ട് കുക്ക് ചെയ്തിട്ട് കഴിക്കുമായിരുന്നു. ഈ അമ്മച്ചിയുടെ ഈ കടയിൽ വന്നാൽ മതി, നമുക്ക് ഫുൾ ഫ്രീഡം ആണ്. നമുക്ക് എങ്ങനെയുള്ള എന്തുകൊണ്ട് എടുത്ത് കഴിക്കാം, പൈസ കൊടുത്താൽ മതി, വേറൊരു കാര്യം. ഓക്കെ ഗൈസ്, അപ്പം ഇപ്പോഴിവിടെ ഷോപ്പുകളൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ആളുകൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ സമയമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് കൂടെ ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം.